Hi dears, welcome back. How are you all? I think all are fine. Today we are going to learn about how to make a sentence or the structure of a sentence. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാന്ന്. നമ്മൾ പറയുന്നുണ്ടാവും, ചില ആളുകളൊക്കെ പറയുന്നുണ്ടാവും എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആദ്യം ഇംഗ്ലീഷ് സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിഞ്ഞാലല്ലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അതിനൊന്നും എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെന്റൻസുകളെ പറ്റി പഠിക്കണ്ടേ? സെന്റൻസുകൾ 4 ടൈപ്പ് സെന്റൻസ് ഉണ്ട്. ദർ ആർ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഏതൊക്കെയാണ് സെന്റൻസ് എന്നറിയോ? ഫസ്റ്റ് വൺ ഈസ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഡിക്ലറേറ്റീവ് സെന്റൻസ്, പിന്നെ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, പിന്നെ ഇംപെറേറ്റീവ് സെന്റൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇങ്ങനെ 4 ടൈപ്പ് സെന്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. സാധാരണ നമ്മൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് സബ്ജക്റ്റ് വരും, പിന്നെ വേർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഈ ഒരു ഓർഡറിലാണ് സാധാരണ സെന്റൻസുകൾ വരാറുള്ളത്. ഏത് ഓർഡറിലാണ് വരാറുള്ളത്? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഈ ഓർഡറിലാണ് വരിക. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്നൊക്കെ അറിയാത്തവരായിട്ട് ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റിനെ പറ്റിയും വേർബിനെ പറ്റിയും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞല്ലോ. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലെയർ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, എന്തെങ്കിലും ഒരു ഫാക്ട്സ് നമുക്ക് കിട്ടും. ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള സെന്റൻസുകൾ പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യല് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, അത് എൻ്റെ ഫുൾ സ്റ്റോപ്പിലായിരിക്കും, പിന്നെ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെന്റൻസ് ആയിരിക്കും ഈ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഒരു എക്സാമ്പിൾ നോക്കുക. ഐ സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഞാൻ, സ്റ്റഡീസ് പഠിക്കുന്നു, ഞാൻ പഠിക്കുന്നു, എന്ത്? ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സെന്റൻസ് ആണ് ഐ സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ആരെ പറ്റിയാണോ പറയുന്നത്, എന്തിനെ പറ്റിയാണോ പറയുന്നത്, അതാണ് ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? എന്നെ പറ്റിയാണ്, അല്ലെ? സോ അവിടെ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. പിന്നെ അടുത്തത് എന്ത് വരണം? സബ്ജക്റ്റ് പ്ലസ് വേർബ് വരണം എന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ നോക്കിയേ, സ്റ്റഡീസ് എന്ന് പറയുന്നതാണ് വേർബ്, പഠിക്കുകയാണ്, പഠിക്കുന്നു. സ്റ്റഡീസ് എന്ന് പറയുന്ന വേർബ്, അതായത് വേർബ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന, സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അത് ചെയ്യുന്ന ഒരു വർക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പഠിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണല്ലോ ഈ സബ്ജക്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റഡീസ് എന്നുള്ളതാണ് അവിടുത്തെ വേർബായിട്ട് വരുന്നത്. ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ബാക്കി വരുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു സെന്റൻസിന്റെ ഫോം വരുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് വരണം, പിന്നെ വേർബ് വരണം, പിന്നെ ഒബ്ജക്റ്റ് വരണം. ക്ലിയർ ആണല്ലോ? ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്കും പറയാൻ കഴിയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയും. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലെ? ദ സൺ എന്നുള്ളത് സബ്ജക്റ്റ്, റൈസസ് എന്താണ്? ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളത് വേർബ്. എവിടെയാണ് ഉദിക്കുന്നത്? ഇൻ ദ ഈസ്റ്റ്. ആ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ആ ഒരു പോർഷനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ വേറൊരു എക്സാമ്പിൾ, ദ കൗ ഈറ്റ്സ് ഗ്രാസ്. കൗ എന്താണ്? പശു പുല്ല് തിന്നുന്നു എന്നല്ലേ? ദ കൗ പശു, ഈറ്റ്സ് കഴിക്കുന്നു, എന്ത്? ഗ്രാസ്.
ഇങ്ങനെയുള്ള ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾക്ക് തന്നെ ഫോം ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഫോം ചെയ്തിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലെ സബ്ജക്റ്റ് ഏതാണ്, വേർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെന്റൻസുകളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, ഇന്ററോഗേറ്റീവ് സെന്റൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ക്വസ്റ്റ്യൻ സെന്റൻസസ് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സുകളില്ലേ, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്? നമ്മൾ പൊതുവായിട്ട് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. WH ക്വസ്റ്റ്യൻസ്, അതായത് W കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും H കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സുകളെ കോമൺ ആയിട്ട് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്നാണ് പറയാ. അതായത് W കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാ? വാട്ട്, വെൻ, വേർ, വൈ, ഇതെല്ലാം എന്താണ്? W കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. H കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഹൗ, അല്ലെ? ഹൗ എന്ന് പറയുന്നത് H കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കൂലേ, അതായത് വേർബ് ആദ്യം വരിക, ഓക്സിലറി വേർബുകൾ. ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലെങ്കിൽ ആണ് എന്ന് റിപ്ലൈ തരിക. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന രൂപത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് നോക്കിയേ, ഞാനൊരു എക്സാമ്പിൾ പറയാം. Where do you live? Where do you live? Where, എവിടെയാണ്? Do you live, നിങ്ങൾ താമസിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇവിടെ where എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വന്നു അല്ലേ? നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് ആണോ ആദ്യം വന്നത്? അല്ല. ഇവിടെ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വരും, പിന്നെ എന്താണ്? where do എന്ന് പറയുന്ന വേർബ് വരും. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് വേർബ്, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് വേർബ്. വേർ ഡു യു ലിവ്. ഇവിടെ വേർബ് എന്ന് പറയുമ്പോൾ അത് ഓക്സിലറി വേർബാണ്, മെയിൻ വേർബ് അല്ല. പിന്നെന്താ? യു എന്ന് പറയുന്ന സബ്ജക്റ്റ് പിന്നീടാണ് വരുന്നത്. യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നു, പ്ലസ് എന്താ വരുന്നത്? ലിവ് എന്ന് പറയുന്ന വേർബ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ വേർഡ് ഓർ എന്താണ്? വേർബ് വരുന്നുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ് ഓർ വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ഈ രൂപത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. നമ്മൾ നോക്കിയേ, where are you going? Where are you going? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? Where are you going? Where എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്, ആർ എന്ന് പറയുന്ന എന്താണ്? ഓക്സിലറി വേർബാണ്. വേർ ആർ യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഗോയിങ് എന്ന് പറയുന്ന വേർബ്. കണ്ടോ അതിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്? അത്രേ ഉള്ളൂ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഇംപെറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? എന്താണ് ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്? നമ്മൾ ചില സെന്റൻസുകൾ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ കമാൻഡ് രൂപത്തിലുള്ളതുണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് രൂപത്തിലുള്ളതുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ ഒരു സജഷൻ പറയുന്നത് പോലെയുള്ള ഒരു ആ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ഉണ്ടല്ലോ. എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ ഒരു കമാൻഡ് പറയുക, ഇങ്ങനെയുള്ള സെന്റൻസുകളെയാണ് ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ദ ഡോർ. അല്ലെങ്കിൽ എന്താണ്? ടേൺ ഓഫ് ദ ലൈറ്റ്, ഓപ്പൺ ദ ഡോർ അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ലൈറ്റ്. ഇതൊക്കെ എന്താണ്? ഓപ്പൺ, തുറക്കുക അല്ലെ? ദ ഡോർ, ആ ഡോറൊന്ന് തുറക്കുമോ നമ്മൾ ചോദിക്കില്ല. ആ ഡോറൊന്ന് തുറന്നേ പറയില്ലേ? ആ ഡോറൊന്ന് തുറന്നേ. പിന്നെ അതേപോലെ ടേൺ ഓഫ് ദ ലൈറ്റ്, ആ ലൈറ്റ് ഒന്ന് ഇട്ടേ നമ്മൾ പറയില്ല. ആ ലൈറ്റ് ഒന്ന് ഇടുവോ? ആ ലൈറ്റ് ഒന്ന് ഇട്ടേ. ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്നതാണ് അല്ലെ? ഇങ്ങനെയുള്ള സെന്റൻസുകളാണ് ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? നമ്മൾ ഇതിന്റെ ഫോം അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വരല് വേർബ് ആയിരിക്കും. ഫസ്റ്റ് വരല് ഇപ്പൊ നോക്കിയേ, ഓപ്പൺ ദ ഡോർ. ഓപ്പൺ എന്ന് പറയുന്നത് എന്താണ്? വേർബാണ് അല്ലെ? ഓപ്പൺ ദ ഡോർ, വേർബ് പ്ലസ് സബ്ജക്റ്റ്, അങ്ങനെയാണ് വരിക. വേർബ് പ്ലസ് സബ്ജക്റ്റ്. ടേൺ ഓഫ് ദ ലൈറ്റ്, ടേൺ ഓഫ് എന്ന് പറയുന്ന വേർബ്, ലൈറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ഇംപെറേറ്റീവ് സെന്റൻസ് എന്ന് പറയുക. ചിലപ്പോൾ ഈ ഇംപെറേറ്റീവ് സെന്റൻസുകൾ പൊളൈറ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സുകൾ യൂസ് ചെയ്യും. അതായത് കുഡ് യു പ്ലീസ്, അല്ലെങ്കിൽ കുഡ് യു, വിഡ് യു, വുഡ് യു, കുഡ് യു, വുഡ് യു, അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ ദ ഡോർ, അങ്ങനെ പറയില്ല. ഒന്നും കൂടെ പൊളൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്ലീസ് ചേർക്കാം, അല്ലെങ്കിൽ വുഡ് യു ചേർക്കാം, അല്ലെങ്കിൽ കുഡ് യു ചേർക്കാം. ഇതാണ് ഇംപെറേറ്റീവ് സെന്റൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് ഇംപെറേറ്റീവ് സെന്റൻസുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യുക കേട്ടോ.
എന്നിട്ട് നിങ്ങൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യും വേണം. എന്നാലേ നമ്മുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവുള്ളൂ, അല്ലെങ്കിൽ റൈറ്റിംഗ് മാത്രമേ നമ്മുടെ ഇമ്പ്രൂവ് ആവുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളത് പറയണം. അപ്പോൾ വീട്ടിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാമല്ലോ. അപ്പോൾ എന്താണ്, ഫാൻ ഓൺ ആക്കാൻ, അല്ലെങ്കിൽ ടി വി ഓൺ ആക്കാൻ, ടി വി ഓഫ് ആക്കാൻ പറയാം, പിന്നെ ഡോർ അടയ്ക്കാനും തുറക്കാനും, ഒരുപാട് വിൻഡോ തുറക്കാനും അടയ്ക്കാനും പല കാര്യങ്ങൾ നമുക്ക് ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും എന്താണ് വേർബ്, സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ക്ലമേഷൻ, നമ്മൾ അത്ഭുതത്തോടെ പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, വാവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണല്ലേ അത്, അല്ലെങ്കിൽ ഷോ എന്തൊരു കഷ്ടമായി, ഇങ്ങനെയൊക്കെ പറയില്ലേ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്ന സെൻറ്റൻസുകൾ. ഇതിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ നോക്കിയേ, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, എന്തൊരു ഭംഗിയുള്ളതാണല്ലേ ഇത് എന്നൊക്കെ പറയില്ലേ. അല്ലെങ്കിൽ വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ട, വാട്ട് എ പിറ്റി, ഹൗ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്ന ആ ഒരു രൂപത്തിൽ പറയുന്ന സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുക. അപ്പോൾ എക്സ്ക്ലമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് വാട്ട്, അല്ലെങ്കിൽ ഹൗ, വാവ്, പിന്നെന്താ വാവ്, വാട്ട് എ, നമ്മളിങ്ങനെ സർപ്രൈസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ ആയിട്ട് പറയുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ അങ്ങനെ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ആ വാട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടല്ല, എന്തൊരു ഭംഗിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാട്ട് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളും ഒരുപാട് നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും കണ്ടാൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് എന്തായാലും ഇമ്പ്രൂവ് ആവും. ഇപ്പം ലാസ്റ്റിൽ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, ഒരു ക്വിസ് രൂപത്തിൽ 1-2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. Types of sentences cues. Question number 1. Please give me the pencil. Can I have a cookie? I love that puppy so much. That is a red and white ball. Can I play soccer with you? It is snowing outside. Please stand over there. She is holding a little doll. Do you like that game? Please comment which type of sentences are there. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. ബൈ.